കാക്കക്കൂട്ടിൽ കല്ലെറിഞ്ഞ അവസ്ഥയിലാണ് ഇസ്രായേൽ ഇപ്പോൾ. ഗസയിൽ ആക്രമണം തുടങ്ങി. ഒപ്പം യമനിൽ ഹൂതി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് യുഎസും ആക്രമണം നടത്തി. ഇതോടെ 4 വശത്തു നിന്നും ഇസ്രായേലിനെ ആക്രമിക്കുകയാണ്. ഹമാസും ഹൂതികളും ഹിസ്ബുള്ളയും ഇസ്രായേലിനെ ആക്രമിക്കുന്നു. ഏറ്റവും ഒടുവിൽ മാർച്ച് 23-നും ഹൂതികൾ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തി. കനത്ത ആക്രമണമാണ് ഉണ്ടായതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. യമൻ സായുധ ഗ്രൂപ്പായ ഹൂതികൾ ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലാണ് തൊടുത്തുവിട്ടത്. ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലിലെ മധ്യനഗരങ്ങളിൽ ഉടനീളം സൈറനുകൾ മുഴങ്ങിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആകാശത്ത് വെച്ച് തന്നെ IDF മിസൈലിനെ പ്രതിരോധിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. എന്നാൽ ബെൻ ഗുരിയോൺ എയർപോർട്ടിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടത് ആശങ്ക ഉയർത്തിയെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ആക്രമണത്തിൽ ആളപായവും നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരാഴ്ചയിൽ ഇസ്രായേലിലേക്ക് ഹൂതികൾ നടത്തുന്ന 5ാമത്തെ ആക്രമണമാണിത്. ഗസയിൽ ആക്രമണം അവസാനിപ്പിക്കുന്നത് വരെ ഇസ്രായേലിനെ ലക്ഷ്യമിടും എന്നാണ് ഹൂതികളുടെ ഭീഷണി. ഹൂതി കേന്ദ്രങ്ങൾ തകർക്കാനായാണ് യമനിൽ US അപ്രതീക്ഷിത ആക്രമണം നടത്തിയത്. ഈ ആക്രമണം US-നും ഇസ്രായേലിനും വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ഇസ്രായേൽ ലക്ഷ്യമാക്കിയും ചെങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന US-ന്റെ യുദ്ധക്കപ്പൽ ലക്ഷ്യമിട്ടും ഹൂതികൾ തുടർച്ചയായി ആക്രമണം നടത്തുകയാണ്. മധ്യ ഇസ്രായേലിലായിരുന്നു കഴിഞ്ഞ ദിവസവും ഹൂതികൾ ആക്രമണം നടത്തിയത്. ആക്രമണ സൈറൻ മുഴങ്ങിയതോടെ ആളുകൾ പരക്കം പാഞ്ഞു. തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. യമനിൽ നിന്ന് തൊടുത്തുവിട്ട മിസൈലുകൾ പ്രതിരോധിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കിയിരുന്നു. ടെലവിവിലും ജെറുസലേമിലും മുന്നറിയിപ്പ് മുഴങ്ങിയതായി ഇസ്രായേൽ പോലീസ് അറിയിച്ചു. അതിനിടെ പാർലമെന്റിൽ നിന്ന് ബോംബ് ഷെൽട്ടറിലേക്ക് പ്രധാനമന്ത്രി നെതന്യാഹുവും അഭയം തേടിയെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതിന്റെ വീഡിയോയും പുറത്തുവന്നു. ഗസയിൽ ഇസ്രായേൽ വീണ്ടും ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ ഹമാസും തിരിച്ചടിച്ചു തുടങ്ങി. ഗസയിൽ സിവിലിയന്മാർക്കെതിരെ സൈനിസ്റ്റ് ഭരണകൂടം നടത്തിയ ആക്രമണങ്ങൾക്ക് പ്രതികാരമായാണ് ആക്രമണമെന്ന് ഹമാസ് പ്രതിനിധികൾ അറിയിച്ചു. തെക്കൻ ഗസയിൽ നിന്ന് 3 മിസൈലുകൾ ഇസ്രായേലിൽ പതിച്ചതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു. ഒരു മിസൈൽ വ്യോമസേന തടഞ്ഞുവെന്നും മറ്റ് 2 തുറന്ന പ്രദേശങ്ങളിൽ വീണതായും സൈന്യം കൂട്ടിച്ചേർത്തു. ഈ ആഴ്ച ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് പ്രതികാരമായി ടെലവിവിൽ ബോംബ് ആക്രമണം നടത്തിയതായി ഹമാസ് പറഞ്ഞു. ജനുവരിയിൽ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചതിന് ശേഷം ഗസയിൽ നിന്നുള്ള ആദ്യത്തെ റോക്കറ്റ് ആക്രമണമായിരുന്നു അത്. ചൊവ്വാഴ്ച ഇസ്രായേൽ വ്യോമാക്രമണം ആരംഭിച്ചതിന് ഒരു ദിവസത്തിന് ശേഷമാണ് കരയാക്രമണം പുനരാരംഭിച്ചത്. ഗസയിൽ ഇസ്രായേൽ വീണ്ടും പോരാട്ടം ആരംഭിച്ചതിന് മറുപടിയായി ഇസ്രായേലിന് നേരെ ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചതായി ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾ പറഞ്ഞു. യമനിലെ ഹൂതി വിമതരെ ഉന്മൂലനം ചെയ്യുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഹൂതി ലക്ഷ്യങ്ങളിൽ US വീണ്ടും കനത്ത വ്യോമാക്രമണം നടത്തിയതിനു ശേഷം ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലാണ് ഇക്കാര്യം പങ്കിട്ടത്. വ്യോമാക്രമണം അപരിഷ്കൃതരായ ഹൂതികൾക്ക് കനത്ത നാശനഷ്ടമുണ്ടാക്കുകയും ചെയ്തതായി ട്രംപ് അവകാശപ്പെട്ടു. ആക്രമണം കൂടുതൽ ശക്തമാക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു.